نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹനിധരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന റമദാനാകുന്ന അതിഥി അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നമുക്ക് ലഭിക്കുകയും അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം ചെയ്തു എന്ന ഒരു അഹങ്കാരമോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയോ ഇല്ലാത്ത വിധം ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ 70 മണിക്കൂറിൽ താഴെ. അതിൽ തന്നെ നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങളും നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയങ്ങളും നമ്മുടെ ഉറക്കിന് മാറ്റിവെക്കുന്ന സമയങ്ങളുമെല്ലാം മാറ്റിവെച്ചാൽ വളരെ തുച്ഛമായ മണിക്കൂറുകൾ മാത്രമാണ് ഇനി റമദാൻ എന്ന പേരിൽ ഈ ഒരു മാസത്തിൻ്റെതായി നമുക്ക് പ്രവർത്തിക്കാനും പണിയെടുക്കാനും ബാക്കിയുണ്ട്. ഈ ഒരു അവസാന മണിക്കൂറിന്റെ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്
നല്ല ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 2-2.5 മണിക്കൂറുള്ള സമയം പരീക്ഷയ്ക്ക് വേണ്ടി അവൻ മാറ്റിവെക്കുമ്പോൾ, പരീക്ഷ എഴുതാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ, തുടക്കം മുതൽ ഒടുക്കം വരെ എഴുതാൻ വേണ്ടി മാത്രമല്ല അവൻ മാറ്റിവെക്കുക. മറിച്ച് അവസാനമുള്ള ചില സമയങ്ങൾ, ചില മിനിറ്റുകൾ, 10-15 മിനിറ്റുകൾ അവൻ ഇതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള പേപ്പർ ഒന്നുകൂടി വായിച്ചു നോക്കാനും, എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ തിരുത്തുവാനും, ഏതെങ്കിലും ഭാഗം പിന്നീട് എഴുതി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിവെച്ചതുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുവാനും, എഴുതി വെച്ചതിൽ ഏതെങ്കിലും തെറ്റുത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുവാനും ഒക്കെയുള്ള സമയമാണ് നല്ല ഒരു പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപയോഗപ്പെടുത്തുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അവസാന മണിക്കൂറുകൾ ഇനി ധാരാളമായി പണിയെടുക്കുന്നതോടൊപ്പം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കാനുള്ളതൊക്കെ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലായി നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഹാസിബു ഖബ്ല അൻഫുസകും ഖബ്ല അൻ തുഹാസബു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്ക് ഒരു വിചാരണ എത്തുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിചാരണ നടത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മണിക്കൂറുകൾ ഒന്ന് വിചാരണ നടത്താൻ കൂടിയാണ്. അൽഹംദുലില്ലാ, നമ്മളെല്ലാ നോമ്പും എടുത്തിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ സ്വതക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയങ്ങളിൽ, ഇഅ്തികാഫിന് വേണ്ടി മാറ്റിവെച്ച സമയങ്ങൾ, ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരുപാട് കുറവുകൾ നമുക്കുണ്ട്. ഒരുപക്ഷെ കാരണങ്ങൾ ഉണ്ടാവാം, കാരണങ്ങളില്ലാത്തവരുമുണ്ടാവാം. ഈ ഒരു സമയം നമുക്കെന്താണോ പോരായ്മകൾ സംഭവിച്ചത്, ആ പോരായ്മകൾ ഓരോന്നും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ചെയ്തതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി അതിയായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ അവസാനിക്കുന്ന സമയത്ത്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം. ഒരുപക്ഷെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ടാകും. പെരുന്നാളിന് ധരിക്കേണ്ടതായ വസ്ത്രങ്ങളെക്കുറിച്ചും, പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ട സ്ഥലത്തിനെക്കുറിച്ചും, പെരുന്നാളിനോ അതിന് ശേഷമോ ഉള്ള ദിവസങ്ങളിൽ നടത്തേണ്ട യാത്രകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാളിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കേവലം ഒരു പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു പോകുക എന്നതിലുപരിയായി ഒരുപാട് സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാനായി പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ, ഒരു 10ഓളം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നാം തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് നമുക്കെല്ലാം സുപരിചിതമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ ഈ ആയത്തായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്നും ആ ഖുർആൻ സത്യവിശ്വാസികൾക്ക് സത്യാസത്യ വിവേചനമാണ് എന്നും ഇതെല്ലാം വിശദീകരിച്ചിട്ട് അതിൽ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞ് അന്ന് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ പിന്നീട് നോമ്പ് നോറ്റുവീട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അതിനെ അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അത് പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നോമ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദ, ആ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലിതുകബ്ബിറുല്ലാഹ് അലാ മാ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിന് തക്ബീർ ചെയ്യണം. ഈ തക്ബീർ ഏതാണ്? ഇവിടെ വലിതുകബ്ബിറുല്ലാഹ് എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അറബി ഭാഷയിൽ പെരുന്നാളിന് ഈദ് എന്നാണ് പറയുക. ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നൊരർത്ഥമുണ്ട്, മടക്കം എന്നൊരർത്ഥമുണ്ട്.
ആദ എന്ന് പറഞ്ഞാൽ മടങ്ങിയെന്നുണ്ട്. ഈദ് ഒരു മടക്കമാണ്, എല്ലാ വർഷവും മടങ്ങി മടങ്ങി വരുന്നത്, ആവർത്തിച്ചു വരുന്നത് എന്ന ഒരർത്ഥം അതിനുണ്ട്. ഈ റമദാനിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു. പെരുന്നാളോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല ഈ നന്മകളൊന്നും, മറിച്ച് അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഈ പെരുന്നാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയം തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതൊക്കെ പ്രത്യേകിച്ചെടുത്ത് പറയണോ? ഇതൊക്കെ എല്ലാവരും ചൊല്ലണം തന്നെയല്ലേ, എല്ലാവരും ചൊല്ലാറുണ്ട്. പക്ഷേ എപ്പോഴാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, ഇത് പല ആളുകൾക്കും അറിയില്ല. ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും ഒരേപോലെയല്ല തക്ബീറുകൾ, വ്യത്യാസങ്ങളുണ്ട്, അതിന്റെ സമയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ചെറിയ പെരുന്നാളാണ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് അത് മാത്രം വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റുജു യൗമൽ ഫിത്ർ ഫയക്ബറു ഹത്താ യഅതിയൽ മുസല്ല വഹത്താ യഖ്ളി الصലാഹ് ഫഇദാ ഖള الصലാഹ് ഖത് അത്തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ തുടങ്ങും. ഏതുവരെ എന്ന് ചോദിച്ചാൽ പെരുന്നാൾ നമസ്കാരം വരെ മാത്രമാണ്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ തക്ബീറില്ല. പെരുന്നാൾ നമസ്കാരം വരെ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്തായി കൊണ്ട് ഒരു തക്ബീർ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പെരുന്നാളിന് അങ്ങനെയാണ്, എന്നാൽ വലിയ പെരുന്നാളിന് അങ്ങനെയല്ല, പിന്നെയും ദിവസങ്ങളോളമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു സുന്നത്തായ ഒരു കാര്യമാണ് പെരുന്നാൾ ദിവസം കുളിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രത്യേകിച്ച് പറയണോ? നമ്മളൊക്കെ ഓരോ ദിവസവും 2-3 തവണ കുളിക്കുന്ന ആൾക്കാരല്ലേ? ശരിയാണ്, അതൊക്കെ സാധാരണ കുളിയാണ്. എന്നാൽ പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, കാന യഗ്തസിലു യൗമൽ ഫിത്ർ ഖബ്ല അൻ യഗ്ദുവ ഇലൽ മുസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു ദിവസത്തിലുള്ള കുളി എന്ന് പറഞ്ഞാൽ ആ ഒരു നിയ്യത്ത് ഉണ്ടാവണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്തായ കുളിയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഒരിക്കൽ ഈ കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയം ചോദിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുളിച്ചോ, അതാ നല്ലത്. അപ്പൊ അയാൾ വീണ്ടും ചോദിക്കണം, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, അങ്ങനത്തെ കുളിയല്ല, മറിച്ച് സുന്നത്തായ കുളികൾ ഏതൊക്കെയാണ്? പ്രത്യേകം ആ കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ കൂലി കിട്ടണം, കുളിക്കുന്നത് കൊണ്ട് കൂലി കിട്ടാം. സാധാരണ നമ്മളെല്ലാവരും കുളിക്കാറുണ്ട്. ഒരു പക്ഷേ ഇന്നും നമ്മൾ കുളിച്ചു, എന്നാൽ അതിന് കൂലി കിട്ടിയ ആളുകളും കൂലി കിട്ടാത്ത ആളുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിവസം ജുമുഅ ദിവസത്തിന് മുമ്പ് കുളിക്കുക എന്ന ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നിയ്യത്തോടുകൂടി അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഒരാൾ കുളിച്ചതെങ്കിൽ ഇന്ന് അയാൾക്ക് കൂലിയുണ്ട്. അതല്ലാതെ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കുളിക്കാറുണ്ടല്ലോ, പള്ളിയിൽ പോകുമ്പോൾ കുളിക്കാറുണ്ടല്ലോ, ഈ ഉദ്ദേശത്തിലാണ് ഒരാൾ കുളിച്ചതെങ്കിൽ, അങ്ങനെ പ്രത്യേകിച്ച് നിയ്യത്തൊന്നുമില്ലാതെയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലമില്ല. ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തോട് സുന്നത്തായ കുളിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജുമുഅ ദിവസം അത് സുന്നത്തായ കുളിയാണ്, അറഫ ദിവസം സുന്നത്തായ കുളിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും നമ്മുടെ മുന്നിൽ വരാനിരിക്കുകയാണ്. ഈദുൽ ഫിത്ർ നമ്മളെല്ലാവരും കുളിച്ചുകൊണ്ടാണ് പോകുക എങ്കിൽ ആ കുളിക്കുന്ന സമയത്ത് നിയ്യത്തുണ്ടാവണം മനസ്സിൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു വിഷയം നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. പെരുന്നാളിന്റെ അന്ന് മുസല്ലയിലേക്ക് വരുമ്പോൾ അഥവാ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ, പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകളൊക്കെ നല്ല വസ്ത്രം എടുത്തിട്ടുണ്ടാകും, അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൂറ് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോഴാണുള്ളതാണ്. പെരുന്നാളിന്റെ അന്ന് പഴയ ഒരു ഡ്രസ്സ് ഇടുക, അതല്ല ശരി. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെരുന്നാളിന് ധരിക്കാൻ മാത്രമായി ചില വസ്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി വെച്ചിട്ടുണ്ട്. 2 സമയങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന്, ജുമുഅ ദിവസം ധരിക്കാൻ. എല്ലാ ദിവസവും ധരിക്കുന്ന വസ്ത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം ധരിക്കാൻ.
അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇടുന്ന വസ്ത്രമല്ല പ്രവാചകൻ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധരിക്കുക. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രത്യേകം മാറ്റി വെക്കാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുക. നല്ല ഒരു രസമുള്ള ഒരു ഡ്രസ്സ് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ഉണ്ട്. ഇത് കണ്ട ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഇബ്തൽ ഹാദിഹി തജമ്മൽ ബിഹാ ലിൽ ഈദ് വൽ വഫൂദ്. പ്രവാചകൻ ഇത് വാങ്ങിക്കൂടി, ഇത് നല്ല രസം, ഇത് നിങ്ങൾ വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് നിങ്ങൾക്ക് പെരുന്നാളിനും ധരിക്കുക. അതേപോലെ ഏതെങ്കിലും നിവേദക സംഘങ്ങൾ, മറ്റു രാജ്യക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിന്റെ കരാറുകൾ പുതുക്കാനും മറ്റൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴും ഇതൊക്കെ ധരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില വസ്ത്രങ്ങൾ, പൊതുവെ വെള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി പഠിപ്പിച്ചിട്ടുള്ള വസ്ത്രമാണ്. എന്നാൽ പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുവന്ന വസ്ത്രം ധരിച്ചു. ഹദീസിൽ കാണാൻ പറ്റും, ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, അതല്ലാത്ത വരയുള്ളതോ മറ്റോ ഒക്കെ ധരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അല്ലാതെ വെള്ള വസ്ത്രം തന്നെ ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾ ഇനി വെള്ള വസ്ത്രം ധരിച്ചു, അയാൾക്കത് ഉപയോഗപ്പെടുത്താം. അതല്ലാത്തത് ഒരാൾ ധരിച്ചു, അതിന് കുഴപ്പമില്ല. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഒരു പക്ഷേ വസ്ത്രം എടുത്തിട്ടുണ്ടാകും. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ വസ്ത്രം എങ്ങനെയാണ്? കേവലം അതിന്റെ നിറമല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവിടെ ചില നിയമങ്ങളുണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ മാ അസ്ഫല മിനൽ കഅബൈൻ ഫഫിന്നാർ, ഫഫിന്നാർ, അവൻ നരകത്തിലാണ്, ആ ഭാഗം നരകത്തിലാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക, അതിനൊക്കെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും അത് പറയുമ്പോ നെരിയാണിക്ക് താഴെ കണ്ട് കുറയുമ്പോഴേക്ക് നരകം കിട്ടുക, നെരിയാണിക്ക് മുകളിലേക്ക് വരുമ്പോഴേക്ക് സ്വർഗം കിട്ടുക. എന്താപ്പത്, ഇത്ര വലിപ്പത്തിലാണോ സ്വർഗവും നരകം? ഇത്ര വലിപ്പത്തിൽ തന്നെയാണ് സ്വർഗവും നരകം. ഒരു വാക്കിന് സ്വർഗം കിട്ടും, ഒരു വാക്കിന് നരകവും കിട്ടും, അല്ലേ? ഷഹാദത്ത് കലിമ എന്നുള്ളത് ഒരു വാക്കാണ്. ആ വാക്കുകൊണ്ട് ഒരാൾ സ്വർഗത്തിലേക്ക് എത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വാക്കാണ്. ആ വാക്കുകൊണ്ട് ഒരാൾക്ക് സ്വർഗമുണ്ടെങ്കിൽ ആ ലാ ഇലാഹക്ക് വിരുദ്ധമായ ഒരു വാക്ക് ഒരാൾ ഉച്ചരിച്ചാൽ ഒരു വാക്കുകൊണ്ട് പോലും ഒരാൾക്ക് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടും. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇസാറത്തുൽ മുസ്ലിം ഇലാ നിസ്ഫി സാഖ് വലാ ഹറജ് ഔ ലാ ജുനാഹ ഫീമാ ബൈനഹു വബൈനൽ കഅബൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുസ്ലിമിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവന്റെ കണങ്കാല് വരെയാണ്, നമ്മുടെ മുട്ടിന്റെ താഴേക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങി. ഇനി ഒരാൾ അത് വരെയാണെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ല, ഇനി കുറച്ചും കൂടി ഒരാൾ താഴ്ത്തു എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ കാന അസ്ഫല മിനൽ കഅബൈൻ ഫഹുവ ഫിന്നാർ. നെരിയാണിക്ക് താഴെയാണ് വസ്ത്രമെങ്കിൽ അത് നരകത്തിലേക്ക്. ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ഇത് നിസ്സാരമാക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചരിത്രങ്ങൾ കിട്ടും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹ് നമസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ മിഹ്റാബിൽ നിൽക്കുമ്പോഴാണ് മിഹ്റാബിന്റെ ഭാഗത്ത് ഒളിഞ്ഞു നിന്ന അബൂലുലസിൽ മജൂസി എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തുന്നത്. ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുക. ഇയാള് ഉമറിന്റെ കൂടെ തന്നെ 7ഓളം സഹാബത്തിനെ കുത്തിയിട്ടുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോ അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുന്നു കൊടുത്തു, അല്ലെങ്കിൽ മുന്തിരിച്ചാറ് കൊടുന്നു കൊടുത്തു. അതിങ്ങനെ അടിവയറ്റിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് വന്നു. അന്നത്തെ വൈദ്യന്മാരായ ആളുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, രക്ഷപ്പെടുത്താൻ കഴിയൂല. ഏകദേശം മരണം ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കണം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ വന്നിട്ട്, ആ യുവാവ് വന്നിട്ട് ഉമറിനോട് വന്ന് പറയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണ്, ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് നിങ്ങളാണ്. ഇങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് മദ്ഹുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി.
ഉമർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിങ്ങനെ അയാൾ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ അയാളെങ്ങനെ നോക്കി. അയാളുടെ വസ്ത്രം അയാളുടെ നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യബ്ന അഖി, എന്റെ സഹോദരപുത്ര, ഇർഫഅ സൗബക്, നീ നിന്റെ വസ്ത്രം ഉയർത്ത്. ഫഇന്നഹു അൻഫാ ലിസൗബിക് വഅത്ഖാ ലിറബ്ബിക്, അത് നിന്റെ വസ്ത്രത്തെ ശുദ്ധീകരിക്കും, അള്ളാന്റെ അടുക്കൽ നിനക്ക് സൂക്ഷ്മത കാണിക്കാനും പറ്റും. അള്ളാനെ സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. എപ്പോഴാ പറയുന്നത്? മരിക്കാൻ കിടക്കുന്ന സമയം. ഇനിയിപ്പോ ഞാനിപ്പോ എന്തിനാ അപ്പതൊക്കെ പറയേണ്ട ആവശ്യം? ഓര് വേണമെങ്കിൽ എന്താച്ചാ ചെയ്തോട്ടെ, ഞാൻ ഇന്റെ ഖബറിലേക്കല്ലേ പോണത് എന്നല്ല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ ഒരു അവസാന സമയത്ത് പോലും നീ ഉയർത്ത്, നെരിയാണിക്ക് താഴെയുള്ള നിന്റെ വസ്ത്രം ഉയർത്തിയെടുക്കും. അപ്പൊ എത്ര ഗൗരവമുണ്ടാവും? അത് നിസ്സാരമായ കാര്യം. നിസ്സാരമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു സമയം അതിനു വേണ്ടി മാറ്റിവെക്കും. ഇതേ കാര്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നുകൂടി വസ്ത്രധാരണത്തിന്റെ കാര്യം പറയുമ്പോൾ സഹോദരിമാരും ശ്രദ്ധിക്കണം. അവർ ഈദ്ഗാഹിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ പരേഡിന് വരുന്ന പോലെയാകാൻ പാടില്ല. ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് വരാൻ കഴിയുന്നവർ മാത്രമേ ആ പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്കോ വരാൻ പാടുള്ളൂ. അത് നിസ്കരിക്കാൻ വേണ്ടി വരികയാണെങ്കിലും ശരി, മറ്റേതൊരു കാര്യത്തിന് വരികയാണെങ്കിലും ശരി, ഇസ്ലാമിക മര്യാദകളുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്നും പല ആളുകൾക്കും അത് മനസ്സിലായിട്ടില്ല. എത്രയോ തവണ നമ്മൾ മിമ്പറുകളിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, ഒരു പെണ്ണിന്റെ വേഷം എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിന്റെ വേഷം എങ്ങനെയായിരിക്കണം, എങ്ങനെയാകാൻ പാടില്ല, ഓരോന്നും ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലളിതമായി നമുക്കെല്ലാം പരിചയമുള്ള ഒരു കാര്യമാണല്ലോ, മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കണം. മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി എല്ലാം മറക്കണം. ഇനി മുഖം മറക്കാൻ കഴിയുമോ? അതാണ് ഒന്നുകൂടി നല്ലത്. അതാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ പുതിയ വേഷങ്ങൾ ഇങ്ങനെ വരിക, അതനുസരിച്ചുകൊണ്ട് ഇങ്ങനെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ റോട്ടിലൂടെ നടക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന രൂപത്തിൽ, അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. എത്രയെത്ര ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബിന്റെ കാലത്തില്ലാത്ത എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വരുമെന്ന് പറഞ്ഞ ചില പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ റൂഊസുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിസാഉൻ, ചില പെണ്ണുങ്ങളുണ്ട്, കാസിയാതുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ആരിയാതുൻ, അവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചു, പക്ഷെ അവർ നഗ്നയാണ്. അവരുടെ ശരീരം കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മായിലാത്തുൻ മുമീലാത്തുൻ, അവരിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ നടക്കും. എന്തിനു വേണ്ടി? മറ്റു പുരുഷന്റെ ശ്രദ്ധ തനിക്ക് കിട്ടണം, എല്ലാവരും എന്നെ നോക്കണം, എല്ലാവരും എന്നെ കണ്ട് ആസ്വദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, റൂഊസുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ തല എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹാ, അവർ സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്ന് മാത്രമല്ല, കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ സുഗന്ധം റീഹ്, അത് ആസ്വദിക്കാൻ വരെ അവർക്ക് കഴിയൂല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഒക്കെ നമ്മൾ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഒരു പക്ഷേ നമ്മൾ ധരിക്കുന്ന വസ്ത്രം കാരണത്താൽ നമുക്ക് നഷ്ടപ്പെട്ടാലും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്ത് ധരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഏതെങ്കിലും സിനിമാ നടിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ധരിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അവരെയല്ല നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ പല ആളുകളും ഈ ഒരു റമദാനിലാണെങ്കിലും അല്ലെങ്കിലും ഒരു പക്ഷേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കാം താടി വളർത്തിയിട്ടുണ്ട്.
എന്നാൽ പെരുന്നാളാകുന്ന സമയത്ത് പല ആളുകളും അതിങ്ങനെ വടിച്ചു കളയാം. എന്താണ് ശരിക്കും ഇസ്ലാം? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നമുക്ക് പ്രവാചകൻ പറഞ്ഞതാണല്ലോ തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളുമായിട്ട് എതിരാവണം. വഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളർത്തണം. വഖ്ഫുശ് ശബാരിബ്, നിങ്ങൾ മീശ വെട്ടുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഒരു ഹദീസ് അല്ലട്ടോ പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ 100 കണക്കിന് ഹദീസുകൾ താടി വെക്കണേ, താടി വെക്കണേ, മീശ വെട്ടണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ. പക്ഷെ നമ്മൾ ഇപ്പോഴും അത് ഗൗരവത്തിലെടുക്കാത്ത ആളുകളാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന് ഇസ്ലാമിക പ്രബോധനം തുടങ്ങുകയും മറ്റു രാജ്യങ്ങളിലേക്ക് വരെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പല ആളുകളിലേക്കും പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ കൈസർ രാജാവിന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തയച്ച ആ ഒരു കത്ത്, ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് കൊടുത്തയച്ച കത്തുണ്ടല്ലോ, അത് കിട്ടിയതും ഈ കൈസർ രാജാവ് പ്രവാചകന്റെ അടുക്കിലേക്ക് 2 ആളുകളെ പറഞ്ഞയച്ചു. 2 ആളുകളെ പറഞ്ഞേക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നിൽക്കുമ്പോഴാണ് ഇവർ 2 പേരും ഇങ്ങനെ വരുന്നത്. ഇവരുടെ മുഖത്തേക്ക് പ്രവാചകൻ നോക്കിയത്, പ്രവാചകൻ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. എന്തായിരുന്നു കാരണം എന്നറിയോ? അവര് താടിയില്ലാതെ മീശ മാത്രം വെച്ച ആളുകളായിരുന്നു. ഞാൻ എന്റെ വാചകമല്ല ഈ പറയണത്, നിങ്ങളൊരു ഹദീസ് ഉണ്ടോ അങ്ങോട്ട് പരിശോധിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാണ്, നിങ്ങളോട് ആരാണ് ഇങ്ങനെ കൽപ്പിച്ചത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് അഥവാ കൈസർ രാജാവ് ഞങ്ങളോട് പറഞ്ഞത് താടി വടിക്കണം, മീശ വെക്കണം എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് എന്താണെന്നറിയോ? താടി വെക്കണം, മീശ വെട്ടണം എന്നുള്ളതാണ്. ഇതാണ് എന്റെ റസൂല്, എന്റെ റബ്ബ് എന്നോട് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളിനി സഹാബത്തിനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 100,000 ചില്ലാനം സഹാബത്തുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നീണ്ട താടിയുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീണ്ട താടിയുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ വയറിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിൽ താടിയുണ്ടായിരുന്നു. എല്ലാ സ്വഹാബിമാർക്കും താടിയുണ്ട്. ഒരു സഹാബി കൂടി, ഒരൊറ്റ സഹാബി. ആ സഹാബിയുടെ പേരെന്താന്ന് വെച്ചാൽ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് എന്തുകൊണ്ടല്ലാത്തെന്നറിയോ? ശാരീരികമായിട്ട് അദ്ദേഹത്തിന് രോമം മുളക്കാത്ത ഒരു പ്രകൃതാണ്, അതുകൊണ്ടല്ലാത്ത. അദ്ദേഹത്തിന് മാത്രമേ താടിയില്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ സ്വഹാബത്തിനും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കുണ്ട്. അതിന്റെ തെളിവാണ് മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ താടി പിടിച്ചു എന്ന് പറഞ്ഞ് ഖുർആനിൽ ആയത്തുണ്ട്. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും താടിയുണ്ട്, സഹാബിമാർക്ക് താടിയുണ്ട്, ഇമാമുമാർക്ക് താടിയുണ്ട്, പണ്ഡിതന്മാർക്ക് താടിയുണ്ട്. ഇങ്ങനെ എല്ലാവരും നാളെ പരലോകത്ത് ഇങ്ങനെ വരുമ്പോ അതൊക്കെ വെക്കാൻ അവസരം കിട്ടിയിട്ട് അതൊന്നും നിർവഹിക്കാത്ത നമ്മളിങ്ങനെ ക്ലീൻ ഷേവായിട്ട് ഇങ്ങനെ പരലോകത്ത് വരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കുക, ഒന്ന് വളർത്തിയാൽ അതിൽ ഒരുപാട് പ്രതിഫലം കിട്ടാണ്ട് 24 മണിക്കൂർ നമുക്ക് കൂലി കിട്ടണമായി. ആ നിയ്യത്തിലാണെങ്കിൽ, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടണമെന്നാണെങ്കിൽ 24 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശരിക്കും കൂലി ഉണ്ടോ? പക്ഷെ ഈ വിഷയത്തിൽ അതും ഉണ്ടാകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മൾ അവിടെ അനുധാവനം ചെയ്യുന്നത്. ഏതായിരുന്നാലും പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ 4ാമത്തെ വിഷയം സുഗന്ധം പൂശുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്നു സുഗന്ധം പുരട്ടുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കൊണ്ടത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം മാലിക്കിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, മുൻഗാമികളായ ആളുകൾ പെരുന്നാളിന്റെ അന്ന് അലങ്കാരം സ്വീകരിക്കുകയും അവർ അത്തർ പുരട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു, സുഗന്ധം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്നവരാണ്, പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന ബോധ്യത്തിൽ ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. അവർ വീട്ടിൽ നിന്നാണെങ്കിൽ അവർക്ക് പറ്റും, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അങ്ങനെ സുഗന്ധം ഉപയോഗിക്കുകയും തന്റെ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവളുടെ ശരീരം മറ്റുള്ളവരെ ആസ്വദിക്കട്ടെ എന്നാണ്. അതന്നെയല്ലേ വേശ്യയുടെ സ്വഭാവം. അവളുടെ ശരീരം മറ്റുള്ളവരെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇറങ്ങുന്നത്.
എന്നാൽ സത്യവിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. എന്നാൽ അവൾക്ക് വീട്ടിലാവട്ടെ അവൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ഒരു കാര്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. നമ്മുടെ മുന്നിൽ ചെറിയ പെരുന്നാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകുന്നത്. ബലി പെരുന്നാളിനാകട്ടെ ഒന്നും കഴിക്കാതെ പോകല സുന്നത്ത്. ചെറിയ പെരുന്നാളിന് കഴിച്ചിട്ട് പോകണം, ബലി പെരുന്നാളിന് ഒന്നും കഴിക്കാതെ പോകണം. ഇനി എന്താണ് കഴിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴമാണ് കഴിച്ചിരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കഴിക്കാം. അതാണ് ഒന്നുകൂടി സുന്നത്ത്. അത് തന്നെ ഒറ്റയാക്കുക, 1, 3, 5 എന്നിങ്ങനെ ഒറ്റയാക്കിയിട്ട് ചെയ്യൽ, അതും ഒരു സുന്നത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 6ാമത്തെ കാര്യം ഈദ്ഗാഹിലേക്ക് പോകുക എന്നുള്ളത്. ഈദ്ഗാഹ് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചർച്ച ഇങ്ങനെ വരുന്നൊരു ടൈമാണ്. ചില ആളുകൾ പറയും പള്ളിയിലാണ് പോകേണ്ടത്, വേറെ ചില ആളുകൾ പറയും ഈദ്ഗാഹിലേക്കാണ് പോകേണ്ടത്. വലിയ ചർച്ചകളുണ്ട്. എന്നാൽ എന്താണ് ഈ വിഷയത്തിൽ ഹദീസുള്ളത്? ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റുജു യൗമൽ ഫിത്ർ വൽ അദ്ഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും പുറപ്പെടും. ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് പുറപ്പെടും. ഇലൽ മസ്ജിദ് എന്നല്ല, പള്ളിയിലേക്ക് എന്നല്ല, മറിച്ച് ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് പുറപ്പെടും. ഫഅവ്വലു ശൈഇൻ യബ്ദഉ ബിഹി സ്വലാത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്യുക നിസ്കാരം. ആദ്യം നിസ്കാരം, പിന്നെ ഖുതുബ പറയും. ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറ്. ഈ ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ദഈഫാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് അഥവാ ഈദ്ഗാഹിലേക്ക് ഒരു പ്രത്യേകം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇനി അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബിമാരിൽ ആണുങ്ങൾ മാത്രമാണോ പോയത്? അല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഉമ്മു അസിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്, ഉമിർനാ അൻ നഖ്റുജ, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു പുറത്തേക്ക് ഇറങ്ങാൻ, പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചു. ഫനുഖ്രിജൽ ഹുയ്യവ വൽ അവാതിക വൽവാതിൽ ഖുദൂർ. അങ്ങനെ സ്ത്രീകളെല്ലാവരും പുറപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ഹൈലുകാരികളുണ്ട്, ആർത്തവകാരികളുണ്ട്, യുവതികളുണ്ട്, അതേപോലെ തന്നെ അന്തപുരങ്ങളിൽ ഇരിക്കുന്ന പ്രായമായവരാകട്ടെ എല്ലാവരും, എല്ലാ സ്ത്രീകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടോ അവരെല്ലാവരും അതിൽ പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, കാല ഇബ്നു ഔൻ അവിൽ അവാതിക ദവാതിൽ ഖുദൂർ ഫഅമ്മൽ ഹുയ്യവ. ഈ ആർത്തവകാരികളെ സംബന്ധിച്ചിടത്തോളം ഫയശ്ഹദിന ജമാഅത്തുൽ മുസ്ലിമീൻ വദഅവതുഹും, ഒരു മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നിക്കുന്നത് കൊണ്ട് അവരും അവിടെ ഇരിക്കും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാകും അവിടെ. പക്ഷേ വയഅ്തസിൽന മുസല്ലാഹും, നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഒരു എന്ത് ചെയ്യും? മാറി നിൽക്കും. നിസ്കരിക്കാൻ പറ്റില്ല. ആർത്തവകാരി നിസ്കരിക്കാൻ പാടില്ല, പക്ഷെ അവർക്ക് അവിടെ ഇരിക്കാം. നിസ്കാരത്തിന്റെ സമയത്ത് അവരൊന്ന് മാറി നിൽക്കുക. അത് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒന്നിച്ചിരിക്കുക. എല്ലാവരും ഒന്നിക്കണമെന്നുള്ള ആ ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നു. അതിലെന്താ ഉള്ളത്? ആണാകട്ടെ പെണ്ണാവട്ടെ ആർത്തവകാരിയാവട്ടെ എല്ലാവരും മുസല്ലയിൽ. അതെന്തായാലും പള്ളിയിലുണ്ടാവില്ലല്ലോ. പള്ളിയിൽ ഇപ്പം എന്തായാലും ആർത്തവകാരിക്ക് വരാൻ പാടില്ല. ഈ ഒരു കാര്യം കൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണം. ഇനിയോ മഹദിയായ ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവർ ചോദിക്കണം, പ്രവാചകരെ, ഒരു പെണ്ണിന് ഈ ഈദ്ഗാഹിലേക്ക് വരാൻ, മുസല്ലയിലേക്ക് വരാൻ അവൾക്ക് നല്ല വസ്ത്രമല്ല, അപ്പൊ എന്താ ചെയ്യാ? നമ്മളാണെങ്കിൽ എന്താ പറയാ? എന്നാ വരണ്ടാന്ന് പറയും. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവളോട് അവളുടെ വിഷയത്തിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് വസ്ത്രമില്ല എങ്കിൽ ലിതുൽബിസ്ഹാ സ്വാഹിബതുഹാ മിൻ ജിൽബാബിഹാ, അവളുടെ സഹോദരിയോട് കൂട്ടുകാരിയോട് എന്ത് ചെയ്യാ? ഒരു ജിൽബാബ്, ഒരു വസ്ത്രം വാങ്ങുക. എന്നിട്ട് അത് ധരിച്ചിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. നല്ലൊരു വസ്ത്രം ഇല്ലെങ്കിൽ ആ വസ്ത്രം കടം വാങ്ങിയിട്ടാണെങ്കിലും വരണമെന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ നേരത്തെ പോകുക വേണ്ട. ഇമാം ബഗവിയെ പോലുള്ള ആളുകളുടെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ആളുകൾ സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് നേരെ മുസല്ലയിലേക്കാണ് പോകുക. അത്രയും നേരത്തെ സഹാബിമാരി പോകും. എന്നാൽ ഇമാമോ ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുന്ന ഇമാമായതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തിലാണ് വരിക. അവിടെ ഒരു സുന്നത്തുമുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ അതിനെ കൃത്യമായി എണ്ണി പറഞ്ഞു. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം വൈകിക്കൊണ്ടു പോകുക.
എന്നാൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പോകുക, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇതാണ് അതിലൊരു സുന്നത്ത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അത് നടന്നുകൊണ്ട് പോകൽ പ്രത്യേകം സുന്നത്തുണ്ട്. അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ നടന്നു പോകലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റുജു ഇലൽ ഈദി മാശിയ വയർജു മാശിയ, പ്രവാചകൻ നടന്നുകൊണ്ട് തന്നെ പോകും, നടന്നുകൊണ്ട് തന്നെ തിരിച്ചു വരും. എന്നാൽ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത്. ഇമാം അഹ്മദിനെ പോലുള്ള ആളുകൾ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, ഒരാൾ വിദൂരത്ത് നിന്ന് വരികയാണെങ്കിൽ അയാൾക്ക് വാഹനം ഉപയോഗിക്കാം. അതല്ല അയാൾ അടുത്താണ് എങ്കിൽ അയാൾ നടന്നിട്ട് പോകുക നല്ലത്. അതാണ് ഏറ്റവും സുന്നത്തുള്ളത്. അതുപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് ഒരു വഴിയിലൂടെ വരിക, മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകുക. എന്തിനു വേണ്ടി? വഴി വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ എന്തിനാ? മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ പരസ്പരം പരിചയം പുതുക്കുവാനും പരസ്പരം പ്രാർത്ഥനകൾ നിർവഹിക്കുവാനും ആശംസകൾ പറയാനും വേണ്ടിയാണ്. ആ രൂപത്തിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 7ാമത്തെ കാര്യം പെരുന്നാൾ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അത് ഫർള് ഐനാണ്, ഫർള് കിഫയാണ്, സുന്നത്തുൽ മുഅക്കദയാണ്, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. നമ്മളെല്ലാവരും നിർവഹിക്കുന്നവരായതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ആ ഈദ്ഗാഹിലേക്ക് വന്നാൽ അവിടെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക സുന്നത്ത് നമസ്കാരമില്ല. അവിടെ വെച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരമില്ല. എന്നാൽ ഒരു സുന്നത്ത് പല ആളുകൾക്കും അറിയില്ലപ്പെടും. മുസല്ലയിലേക്ക് വന്ന ആള് അവിടെ വെച്ചിട്ടില്ല, പക്ഷേ നമസ്കാരം കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അവിടെ വെച്ചുകൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിർവഹിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം ഖുതുബ ശ്രവിക്കുക എന്നുള്ളതാണ്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുതുബയുണ്ട്. ചില ആളുകൾക്കൊക്കെ ആ നിസ്കാരമാണ് പ്രധാനം, നിസ്കാരം കഴിഞ്ഞാൽ നേരെ ഇറങ്ങിപ്പോകും. അതല്ല, മറിച്ച് ആ ഖുതുബ കൂടി കേൾക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഷഹിദുൽ ഈദ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെയും ഉമറിന്റെ കൂടെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കൂടെയും ഒക്കെ കൂടി ഓരെല്ലാവരും ഖുതുബ നടക്കാറുണ്ട്. എല്ലാവരും ഖുതുബ നടത്തിയിട്ടുണ്ട്. സ്വഹാബത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. അതിങ്ങനെ വേഗം എഴുന്നേറ്റ് പോകുന്ന ഒരു ശൈലി ഉണ്ടാകാൻ പാടില്ല. 9ാമത്തെ വിഷയം, അന്നേ ദിവസം പ്രത്യേകം സുന്നത്തുള്ളൊരു കാര്യമാണ് ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചീത്തട്ടിരും, പടച്ചറബ്ബേ ഈ റമദാനിൽ മുഴുവൻ പിരിവ്, ഇനി പെരുന്നാളിനും പിരിവാണോ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തും. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിറങ്ങുന്ന എന്തിനു വേണ്ടി? ആളുകളോട് സദഖയുടെ പുണ്യം പറഞ്ഞിട്ട് ആളുകളോട് കൊടുക്കാൻ വേണ്ടി പറയും. പ്രത്യേകം പുണ്യമുള്ളത് അന്നേ ദിവസം ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് സാമ്പത്തികമായി എന്തെങ്കിലും കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വരണം. ഇതെന്റെ വാചകമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅമറഹുന്ന ബിസ്സദഖ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ കൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് വരെ പോയിട്ട് നബിയും ബിലാൽ റളിയല്ലാഹു അൻഹു പറയും. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തന്റെ തട്ടങ്ങനെ നീട്ടിവെച്ചിട്ടുണ്ടാകും. സ്ത്രീകളാകട്ടെ അവരുടെ കാതുകളിലുള്ളതും അതേപോലെ തന്നെ അവരുടെ നെഞ്ചുകളിലുള്ള ആഭരണങ്ങൾ അടക്കം അവർ ഊരിക്കൊണ്ട് സ്വർണത്തിന്റെയാവട്ടെ വെള്ളിയുടേതാവട്ടെ അതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് പെരുന്നാൾ ദിവസം സദഖ കൊടുക്കുക എന്നുള്ളത്. 10ാമത്തെ വിഷയം, പെരുന്നാളിന്റെ അന്ന് ആശംസകൾ കൈമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഇന്ന ഒരു പ്രാർത്ഥന നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വഹാബത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സ്വഹാബത്തിനെ കണ്ട ആളുകൾ പറയുന്നു, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൽതഖാ യൗമൽ ഈദ് യഖൂലു ബഅദുഹും ലിബഅദ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സ്വഹാബിമാര് ഈദിന്റെ അന്ന് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ സ്വീകരിക്കട്ടെ. നേർക്ക് നേരെ ഇന്ന പദം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലെങ്കിലും സ്വഹാബിമാര് പറയാറുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയോ അതല്ലെങ്കിൽ മലയാളത്തിലുള്ള പ്രാർത്ഥനയോ എന്തു തന്നെയാണെങ്കിലും ആ ഒരു ആശംസകൾ കൈമാറുക എന്നുള്ളതാണ്. ഈ ഒരു 10 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പെരുന്നാളിന്റെ മുമ്പ് നടക്കേണ്ട ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഒരു പക്ഷേ പല ആളുകൾക്കും സക്കാത്തും ഫിത്ർ സക്കാത്തും തിരിച്ചറിയാത്തൊരവസ്ഥയുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സാമ്പത്തികമായിട്ട് കുറച്ച് ഉള്ള ആളുകൾ ഒരു വർഷം തികയുമ്പോൾ അവരുടെ നിസാബ് നോക്കിയിട്ട് കണക്ക് നോക്കിയിട്ട് കൊടുക്കേണ്ടതാണ്.
എന്നാൽ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറളാക്കി പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് ഫറളുള്ളത്? ആരാ കൊടുക്കണ്ടേ? നമ്മുടെ വീട്ടിൽ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് മാറ്റിവെച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ട്, അതൊന്നുകിൽ പൈസ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും കൊടുക്കും. ഒരാൾ ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് എന്തായാലും ഫിത്ർ സക്കാത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടതില്ല എന്നല്ല. അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ശരി, അയാൾ മിസ്കീനാണെങ്കിലും ശരി, മിസ്കീനായ അയാളും കൊടുക്കണം. അയാളുടെ കയ്യിൽ പെരുന്നാളിന്റെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ബാക്കിയുണ്ട്, അയാൾക്കും അയാളുടെ കുടുംബത്തിനുള്ളതുണ്ട്. എന്നിട്ട് അതിന് ശേഷം ബാക്കി അയാളുടെ കയ്യിൽ ഒരു പക്ഷേ പൈസ ഉണ്ട്, 1000 രൂപ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ കൊടുക്കണം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ഇതിങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാവരും കൊടുക്കേണ്ടി വരും. അതാണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടിയാവട്ടെ, മുതിർന്ന ആളാവട്ടെ, സ്വതന്ത്രനാവട്ടെ, എല്ലാവരും കൊടുക്കും. എന്നാൽ ഒരു വീടിന്റെ ഉടമസ്ഥൻ ആരാണോ അയാൾ എല്ലാവരുടെയും കണക്ക് നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി എന്താണ് കൊടുക്കേണ്ടത്? ഒരു നാട്ടിലുള്ള ഭക്ഷണ സാധനം, അതാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അരിയാണ്, അതുകൊണ്ട് തന്നെ അരി കൊടുത്താൽ മതി. ചില ആളുകൾ ചോദിക്കാറുണ്ട്, പൈസ കൊടുക്കാൻ പറ്റുമോ? ഈ കിട്ടുന്ന ആൾക്ക് പൈസയല്ല വേണ്ടേ. മിസ്കീനുകൾക്കുള്ള ഭക്ഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം പറഞ്ഞാൽ ആ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നു, വക്കാലത്ത് ഏൽപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ പള്ളി കമ്മിറ്റി അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പൈസ അവരുടെ കയ്യിൽ കൊടുക്കാം. അവരത് കൃത്യമായിട്ട് അവകാശികളെ നോക്കി, മിസ്കീനായ ആളുകളെ നോക്കി അവരെത്തിച്ചു കൊടുക്കും. അതല്ലാതെ കിട്ടുന്ന ആൾക്ക് പണമായിട്ടല്ല കിട്ടേണ്ടത്. ഇനി എപ്പോഴത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് കൊടുത്ത് തീർത്തിട്ടുണ്ടാകും. അതിന്റെ മുമ്പ് 2 ദിവസം മുമ്പ് വേണമെങ്കിലും കൊടുക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ നിന്ന് കാണാൻ പറ്റും, അദ്ദേഹം 2 ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരാൾ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്തോട്ടെ, കുഴപ്പമില്ല. ഏറ്റവും നല്ല സമയം ഏതാന്ന് വെച്ചാൽ പെരുന്നാൾ നാളെയാണെന്ന് ഉറപ്പിച്ചാൽ ഇന്ന് രാത്രി, ആ മാസം കണ്ടാൽ എന്ന് പറയൂലേ, ആ ഒരു സമയത്താണ് ഏറ്റവും നല്ലത്. ഇനി എല്ലാവർക്കും കൊടുക്കാനുള്ള ആ സമയം ചിലപ്പോൾ പ്രശ്നമാണെങ്കിൽ നേരത്തെ കൊടുത്തു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പെരുന്നാൾ നിസ്കാരം വരെ കൊടുക്കാതെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അത് ഫിത്ർ സക്കാത്ത് അല്ല, അത് സാധാരണ സ്വതക്കയായിട്ടാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനി എന്താണ് കൊടുക്കേണ്ടത്? നാട്ടിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം? ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൈയിൽ, വലിയ ഒരാളുടെ 2 കൈ എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 4 തവണ ഇങ്ങനെ വാരുന്നതിന് തുല്യം. 2.5 കിലോക്ക് മുകളിൽ, നമ്മുടെ ഇന്നത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2.5 കിലോക്ക് മുകളിൽ അരിയാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അരി ആയതുകൊണ്ടാണ് പറയുന്നത്. വേറെ നാട്ടുകളിൽ വേറെയാണ് ഭക്ഷണ സാധനങ്ങളെങ്കിൽ, ഗോതമ്പുള്ള നാടാണെങ്കിൽ ഗോതമ്പ് കൊടുക്കുക, ബാർലി ആണെങ്കിൽ അത് കൊടുക്കുക. ഏത് നാട്ടിൽ എന്താണോ കഴിക്കുന്നത് അതാണ് കൊടുക്കുക. ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ പള്ളിയിൽ ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് 130 രൂപയാണുള്ളത്. 130 രൂപ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട രൂപത്തിൽ 2.5 കിലോക്ക് മുകളിൽ നല്ല അരി വാങ്ങിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ആ 5 ആളുകൾക്കുള്ളത് നമ്മൾ കൊടുക്കണം. ഇനി വാപ്പ വേറെ തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും വേറെയാണ്, വാപ്പാന്റെ കയ്യിൽ വേറെ പൈസയുണ്ട് എങ്കിൽ മക്കൾ ചോദിക്കുക, വാപ്പ നിങ്ങൾ കൊടുക്കണോ നമ്മൾ കൊടുക്കണോ? വാപ്പ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാപ്പ കൊടുത്തോട്ടെ, മക്കൾ കൊടുക്കുകയാണെങ്കിൽ മക്കൾ കൊടുക്കുക. എന്തായിരുന്നാലും ഒരാളും അത് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും എത്രയെന്ന് ചോദിച്ചാൽ ഇന്ന് പ്രസവിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ ആ കുട്ടിക്കുണ്ടാകും. ഗർഭിണിക്ക് കൊടുക്കണോ വേണ്ടേ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഗർഭിണികളായ അല്ലെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ ആവശ്യത്തിൽ കൊടുക്കണമെന്നില്ല. ഇനി ഒരാൾ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ പറയപ്പെട്ടതൊക്കെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഗൗരവമുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളായി പഠിപ്പിച്ചതാണ്. അത് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളല്ലല്ലോ, ഞാൻ എപ്പോഴും സക്കാത്ത് വാങ്ങിയിട്ടേ ശീലമുള്ളൂ, ഇതൊന്നും തെളിവല്ല. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ രൂപത്തിൽ
അന്നേ ദിവസം മാറ്റിവെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم